കണ്ണൂര് കത്തുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CPM-ന്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ്, ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ്, അങ്ങനെ CPM-ന് കീഴിലുള്ള ഓഫീസുകളൊക്കെ കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ വിലാപയാത്ര കടന്നുപോയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ തന്നെയാണ് നിലവിൽ കണ്ണൂരിൽ നിലനിൽക്കുന്നുള്ളത്. CPM-ന്റെ കീഴിലുള്ള ഓഫീസുകൾ ഈ വിലാപയാത്രക്കിടയിൽ തീ വെച്ച് നശിപ്പിച്ചുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന സാധന സാമഗ്രികൾ വലിച്ച് പുറത്തിട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അറിയിച്ചു കൊടുക്കുന്നുള്ളത്. ഒപ്പം വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള സൂചനകളും മുസ്ലിം ലീഗിന്റെ അഥവാ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പ്രസംഗത്തിനിടയിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. മലപ്പുറത്തെ ഒരു പരിപാടിയിൽ വെച്ച് യൂത്ത് ലീഗിന്റെ നേതാവ് നടത്തിയ പ്രതിഷേധ പ്രസംഗത്തിൽ വലിയ രീതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത്, ഒന്നിന് ഞങ്ങൾ 10 എടുക്കും എന്നുള്ളതാണ്. അതായത് ഒരാൾക്ക് ഞങ്ങൾ 10 പേരെ കൊണ്ട് മറുപടി നൽകും എന്നുള്ളതാണ് യൂത്ത് ലീഗിന്റെ നേതാവ് നടത്തിയ പ്രസംഗം. ആ പ്രസംഗം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ്. റമദാൻ ഒന്ന് കഴിയട്ടെ, ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ പണി വരുന്നുണ്ട് എന്നുള്ളതാണ് യൂത്ത് ലീഗ് നേതാവിന്റെ പ്രസംഗം. ഒപ്പം വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെയാണ് കണ്ണൂരിന്റെ വിവിധയിടങ്ങളിൽ എത്തിയിരിക്കുന്നു. സംഘർഷങ്ങൾ തടയാൻ വേണ്ടിയിട്ട് അർദ്ധ സൈനിക വിഭാഗം തന്നെ കണ്ണൂരിന്റെ വിവിധ പ്രദേശങ്ങളിൽ തമ്പടിച്ചു നിൽക്കുകയാണ്. കാരണം വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ നോക്കിക്കാണുന്നുണ്ട്. കാരണം CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് മുതൽ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വരെ പച്ചക്ക് തീ കൊടുത്ത് കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രകോപനം CPM-കാർക്കിടയിൽ സൃഷ്ടിക്കുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരികയാണ്. ഒപ്പം CPM-ന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇതിന് മറുപടി നൽകും എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നോക്കിക്കാണുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. മൻസൂറിന്റെ കൊലപാതകം കേരളത്തെ വലിയ രീതിയിൽ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. കാരണം തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ ഒരു കൊലപാതകം സംഭവിക്കുന്നു എന്നുള്ളത് തീർത്തും അത് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വിവിധ ഇടങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കണ്ണൂരിലെ മൻസൂറിന്റെ കൊലപാതകം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമോ എന്നുള്ളതാണ് എല്ലാവരും നോക്കിക്കാണുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.